ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഇത് കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മൾ ഓർക്കും 50 വയസ്സ് കഴിഞ്ഞാൽ അയ്യോ എനിക്ക് പറ്റൂലേ എന്ന് അല്ലേ? പലരുടെയും വിശ്വാസം അതാണ്. നമ്മൾ ഇംഗ്ലീഷ് മരുന്നുകൾക്ക് അടിമയാവും. കാണുന്നതിനും പിടിക്കുന്നതിനും മുഴുവൻ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുക. ചിലർക്കൊരു പ്രായമായി കഴിഞ്ഞാൽ ഉള്ളൊരു രോഗമാണ് ഇംഗ്ലീഷ് മരുന്ന് അത് നല്ല സുഖമാണ് എല്ലാവരുടെയും ധാരണ. അത് തെറ്റാണ്. നമ്മൾ അതായത് നമ്മുടെ ഭക്ഷണ രീതിയിലാണ് നമുക്ക് കൂടുതലും അസുഖങ്ങൾ വരുന്നത്. അത് മിക്കവർക്കും അറിയത്തില്ലാത്ത കാര്യങ്ങളാണ്. നമ്മൾ ഭക്ഷണം നിയന്ത്രിച്ച് കൊണ്ടുവരിക. മധുരമുള്ളത് നിശേഷം ഉപയോഗിക്കാതിരിക്കുക. രാവിലെയൊക്കെ നല്ലപോലെ തണുത്ത വെള്ളത്തിൽ അതുപോലെ തന്നെ മരുന്നുകൾ നല്ലപോലെ അരച്ച് പച്ചമരുന്നുകൾ കഴിക്കുക. അപ്പം നമുക്ക് ഷുഗറും പ്രഷറും ഒക്കെ നമുക്ക് നല്ല നിയന്ത്രിച്ച് കൊണ്ടുവരാം. വേറെ ചൂടുവെള്ളത്തിൽ വേറെ മരുന്ന് വെന്തിട്ട് കുടിക്കുന്നുണ്ട്, അത് ചെയ്യുക. പിന്നെ ആയുർവേദ മരുന്നുകൾ വാങ്ങിച്ച് നമുക്ക് കഴിക്കാം, നമ്മുടെ അസുഖങ്ങളെ നിയന്ത്രിക്കാം. ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുമ്പോഴാണ് നമ്മുടെ ശരീരങ്ങൾ മൊത്തം നമുക്ക് നിശേഷം ഇതായി പോകുന്നത്. അതുപോലെ മൂത്രത്തിന് സ്മെല്ല് വരിക, പ്രമേഹം കൂടി കഴിയുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര സ്മെല്ലായിരിക്കും മൂത്രത്തിനൊക്കെ. അപ്പോൾ അതൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും നമ്മുടെ ഭക്ഷണ രീതിയിലൂടെയാണ്. ഞാനിപ്പോൾ ബ്യൂട്ടീഷ്യനാണ്. അപ്പം നമ്മൾ വേണ്ടപ്പെട്ട ഒരു അമ്മയാണ്. അപ്പോൾ അമ്മ വീണു. അപ്പോൾ എനിക്ക് ഇങ്ങനെ വീണ് കഴിഞ്ഞാൽ ഞാനത് റെഡിയാക്കും. അത് എനിക്ക് കുറച്ചൊരു വിശ്വാസമുണ്ട്. കുറച്ചൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ്. കുറച്ചൊന്നല്ല, പൊട്ടിക്കഴിഞ്ഞാൽ ചതവ് പറ്റിയാലോ പൊട്ടിയാലോ നടക്കാൻ മേലാതെ വന്നാൽ പച്ചമരുന്ന് അരച്ചിട്ട് റെഡിയാക്കും. ഈ അമ്മയ്ക്ക് പെട്ടെന്ന് വയ്യാതായി. അങ്ങനെ അമ്മ കട്ടിലിൽ തന്നെ കിടക്കുമായിരുന്നു. അപ്പോൾ ഇത് പാസ്റ്റർ കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നു പച്ചമരുന്ന് ഞാൻ അരച്ചു. ആ പച്ചമരുന്ന് അരച്ചിട്ടതിൻ്റെ പേരിൽ ആ അമ്മ, ഞാൻ വന്ന് വൈകിട്ട് തൊട്ട് ട്രീറ്റ്മെൻറ്റ് ഇട്ട് പിറ്റേ ദിവസം അമ്മ നടന്നു തുടങ്ങി എന്നുള്ളതാണ്. പിറ്റേ ദിവസം പതുക്കെ നടക്കാൻ പറഞ്ഞ് നടന്നു തുടങ്ങി. അതുപോലെ തന്നെ നമ്മൾ 50 വയസ്സ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് വെറും വയറ്റിൽ ചിലരുണ്ട് വെറും വയറ്റിൽ അവല് തിന്നുന്ന സ്വഭാവമുണ്ട്. ഇവിടെ അമ്മയോട് ഞാൻ പറഞ്ഞു തൊട്ട് പോയേക്കരുതെന്ന്. അവല് കഴിക്കാതിരിക്കുക. വെറും വയറ്റിൽ നമ്മൾ വെള്ളം കുടിക്കണം, നല്ലപോലെ വെള്ളം കുടിച്ചേ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ പച്ചമരുന്ന് വെന്ത വെള്ളം കുടിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒത്തിരി അസുഖങ്ങൾ കുറയും. ഇപ്പം ഈ അമ്മയുടെ കാല് മുഴുവൻ നീരായിരുന്നു, ഉള്ള പറയലേ ഞാൻ വരുമ്പോൾ. ഇപ്പം കണ്ടോ കാല് നല്ല സുന്ദരമാക്കി ഞാൻ കാല് കണ്ടോ? ഇപ്പം ഈ കാല് നീര് വന്നിട്ട് ഈ കാല് നൂർക്കാൻ പറ്റാതെ കെട്ടിക്കിടക്കുമായിരുന്നത്. അത് കരച്ചിലായിരുന്നു. ഞാൻ ഇനി കാല് കൊണ്ട് തന്നെ ഈ മോനെ എന്ന് ചോദിച്ചാൽ പറഞ്ഞു മിണ്ടി പോയേക്കരുതെന്ന് പറഞ്ഞു നല്ല രീതിയിൽ തന്നെ. എന്നിട്ട് അമ്മയ്ക്ക് കാല് സൗഖ്യം കിട്ടിയാൽ പോരേന്ന് ചോദിച്ചു. കാല് റെഡിയാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ടൈൽസ് വീണ്ടും ഇവിടം തുടങ്ങി ഒരഞ്ഞെന്നുള്ളതാണ്. ഇത് കണ്ടോ പാട്? ഇത് വെച്ച് കെട്ടിക്കിടക്കായിരുന്നു. കാലനക്കാൻ പറ്റില്ലായിരുന്നു. മൂത്രമൊക്കെ ഇവിടെ ഈ തൊട്ടിൽ തന്നെ യൂറിൻ പാസ് ചെയ്യുമായിരുന്നു. വന്നിട്ട് പിറ്റേ ദിവസം തൊട്ടമ്മ മൂത്രം ഒഴിക്കാൻ പുറത്ത് പോവുകയൊക്കെ ചെയ്ത് മൂത്രം ഒഴിക്കുന്നത് അതൊന്നും എടുക്കേണ്ട കാര്യമില്ല. ഇപ്പം പിറ്റേ ദിവസം തന്നെ സൗഖ്യമായി അമ്മയ്ക്ക്. പിന്നെ ഞാൻ പറഞ്ഞു കൊടുത്തു, രാവിലെ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിച്ചിട്ട് പച്ചമരുന്ന് ആ പാലിനകത്തിട്ട് കൊടുക്കും. അതും കുടിച്ചിട്ട് അമ്മയോട് ഞാൻ പറയും വ്യായാമം ചെയ്യാൻ. അടിപൊളിയായിട്ട് അമ്മയെക്കൊണ്ട് ഓരോ കൈയും കാലും എടുത്ത് പ്രവർത്തിപ്പിച്ച് അമ്മയ്ക്ക് കൈ പൊക്കാനും കാല് പൊക്കാനും ദൈവം കൃപ കൊടുത്തു. പ്രാർത്ഥനയുണ്ട് കേട്ടോ, അതിനൊപ്പം പ്രാർത്ഥിക്കും. പ്രാർത്ഥനയോട് കൂടി തന്നെ ചെയ്ത് നല്ല സൗഖ്യമായി അമ്മയ്ക്ക്. ഇതാണ് അമ്മ യൂറിൻ പാസ് ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഈ അവസ്ഥയിലായിരുന്നു അമ്മ. അപ്പോൾ എല്ലാം റെഡിയായി. ഇപ്പം അമ്മ ഇനി ഒരു 50 വയസ്സിലേക്ക് കൊണ്ടുവരാൻ പോവാണ്. പിന്നെ അവർക്ക് വേണ്ടത് എപ്പോഴും നമ്മൾ പ്രായമുള്ളവരുടെ അടുത്ത് എപ്പോഴും ഇരിക്കുകയും അവർക്ക് വേണ്ടത് നല്ല നല്ല കാര്യങ്ങൾ അവരോട് സംസാരിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. അവരെ ഒറ്റപ്പെടുത്തുന്ന ഒത്തിരി മക്കളുണ്ടല്ലേ. മക്കൾ വല്ലവരെ ഏൽപ്പിച്ചിട്ട് പോകുന്നവരുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഈ വനിതാ ദിനത്തിൽ വനിതകൾക്കായിട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരികളെ, നിങ്ങളുടെ വീട്ടിൽ പ്രായമുള്ളവരുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ട സംരക്ഷണം കൊടുക്കണം, അവരെ സ്നേഹിക്കണം. അവരെ നല്ലത് പറഞ്ഞ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അവരതനുസരിച്ച് ചെയ്യും. അപ്പം വേണ്ടാത്തതൊക്കെ അവർ ഉപേക്ഷിക്കും. നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ അവർക്ക് വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കി കൊടുത്തു, ഒരു കുഴപ്പമില്ല. അപ്പോൾ കൊളസ്ട്രോൾ കുറയുന്നതൊക്കെ നമ്മൾ ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഒത്തിരി ഉപയോഗിക്കാതെ കണ്ട് പാം ഓയിലൊക്കെ ഉപയോഗിക്കാതെ നല്ല രീതിയിൽ ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അവർക്കൊരു 3-4 കൂട്ടം പാവയ്ക്ക തോരനോ വാഴയ്ക്ക ഉപ്പേരി, അത് തൊണ്ട് കളയാതെ വാഴയ്ക്ക മെഴുക്കുരട്ടി, ഇച്ചിരി ചോറ്, ഒരു പിടി ചോറ് മതി അവർക്ക്. അതുപോലെ ഇച്ചിരി തൈര്, അത് കൂട്ടി അവർ ഭക്ഷണം കഴിക്കും. അപ്പം നിങ്ങളതൊക്കെ ചെയ്യുക, എല്ലാവരും അത് ചെയ്യണം. ഇപ്പം ഞാൻ അമ്മയ്ക്ക് കാല് വയ്യാത്ത അമ്മയുടെ കാല് ഇപ്പം റെഡിയാക്കുന്നു, നിങ്ങളിത് കാണുക.
അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് കൊടുക്കുക. അവരെ കൊണ്ട് കാല് മടക്കുകയും നൂർക്കുകയും ചെയ്യണം. അതുപോലെ കയ്യ് പിന്നെ എണീപ്പിച്ച് നിർത്തിയിട്ട് നമ്മൾ കാല് മടക്കിക്കണം. പുറകോട്ടും മുന്നോട്ടും കാല് മടക്കിച്ച് അവരെ കൊണ്ട് ചെയ്യിക്കുക. അപ്പോൾ ഇപ്പോൾ അമ്മയുടെ മുഖം കാണിക്കാൻ പറ്റില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ കാലാണ് ഞാൻ കാണിക്കുന്നത്. ഇപ്പം മരുന്ന് ഇട്ടിട്ടുണ്ട്. ഇല്ല, കാല് മാത്രമേ ഉള്ളൂ. ഇതാ ഇപ്പം മരുന്ന് ഇടുവാണ്. ഇപ്പം ഞാൻ ഇട്ട് കിടത്തിയിരുന്നാണ്. ഇപ്പം റെഡിയായി. ഇപ്പം ഇതാണ് ഇവിടാണ് ചതവ് പറ്റിയിരുന്നത്. അപ്പോൾ ആ മരുന്നിട്ടിട്ട് നമ്മൾ അത് റെഡിയാക്കിയെന്നുള്ളതാണ്. അവരുടെ ഓരോ ജോയിൻറ്റുകളുണ്ട്. ആ ജോയിൻറ്റുകൾ നോക്കി നമ്മൾ ചെയ്തു കൊടുക്കുക. അപ്പോൾ അവർക്ക് നല്ല ആശ്വാസം കിട്ടും. അതുപോലെ കുഴമ്പ് 6-7 കൂട്ടം കുഴമ്പ് അത് ഒന്നിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് അത് ചൂടാക്കിയിട്ട് വേണം അത് ചെയ്യാൻ. അതറിയാവുന്നവരേ ചെയ്യാൻ പറ്റുള്ളൂ. അറിയാവുന്നവർ ചെയ്യുക. അപ്പോൾ അവർക്ക് ഒത്തിരി ആശ്വാസം കിട്ടും. അവരെ കാല് മടക്കിക്കുകയും തൊട്ടത് ഇപ്പോൾ 54 വയസ്സുള്ള അമ്മയാണ്. ആ അമ്മയുടെ കാല് ഞാൻ ഈ അവസ്ഥയിലാക്കി കൊടുത്തു. വരുമ്പോൾ മുഴുവൻ നീരായിരുന്നു. അമ്മ കാല് മടക്കിക്കാമേ, മടക്ക്. അതാ കാല് മടക്കുന്ന കാണുന്നേ. നല്ലപോലെ മടക്കുന്നേ. ആ കാലും മടക്ക്, നല്ലപോലെ മടങ്ങ മടക്ക്. ഇത് കണ്ടോ, അങ്ങനെ കാല് മടക്കുകയും നൂർക്കുകയും ചെയ്യിക്കുക. അപ്പോൾ അവരെ നല്ലപോലെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ മരുന്നിട്ടാലൊന്നും കിടക്കയിലൊന്നും ആവില്ല. ഒരഴുക്ക് തുണി ഇട്ട് കൊടുത്തോണ്ട് അവരെ കൊണ്ട് ചെയ്യിക്കുക. നമുക്ക് ആരെ സഹായിക്കാം. നമ്മുടെ അടുത്ത് ആരെങ്കിലും വയ്യാത്ത അമ്മമാരുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലുള്ള രാവിലെ നല്ലപോലെ വെള്ളം കുടിപ്പിച്ചിട്ട് ഇച്ചിരി പാവയ്ക്കായുടെ ജ്യൂസൊക്കെ അടിച്ച് കൊടുത്തിട്ട് അവരോട് പറയുക, നിങ്ങൾ ചെയ്യാൻ പറയുക. അപ്പോൾ അവർ ചെയ്യും. അപ്പോൾ അവരുടെ ശരീരത്തിൻ്റെ നീർക്കെട്ടും പോയി അവർ ഉഷാറാകും. അപ്പം വനിതാ ദിനത്തിൽ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥനയോടെ. ഓക്കെ.